വചനോത്സവം ഓൺലൈൻ തിരുമുഖ ആരാധനയിലേക്ക് നമുക്ക് ഇന്നേ ദിവസം പ്രവേശിക്കാം. രാത്രിയിൽ നമ്മൾ വിശ്രമിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളി ഇരിക്കുന്ന, വസിക്കുന്ന, ജീവിക്കുന്ന ഈശോയുടെ തിരുമുഖത്തിനെ ആരാധിച്ച് നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈശോയുടെ തിരുവചനത്തെ, ഓരോ വചനങ്ങളെയും സ്നേഹിച്ച് നമുക്കിന്ന് വിശ്രമിക്കാനായി പോകാം. ഇന്ന് നമ്മുടെ കിടക്കയിൽ ഉറങ്ങുവാനായിട്ട് തുടങ്ങുമ്പോൾ ഈശോയുടെ തിരുമുഖത്തെ പറ്റിയുള്ള ചിന്തകളിലായിരിക്കണം. വിശുദ്ധ കുർബാനയിലുള്ള ഈശോയെ പറ്റിയുള്ള ചിന്തകളിൽ ആയിരിക്കണം നമ്മൾ ഉറങ്ങുവാൻ. ഈശോയുടെ വചനം, അതിനെ സ്നേഹിച്ച് ധ്യാനിച്ചുകൊണ്ട് വേണം നമുക്കിന്ന് ഉറങ്ങുവാനായിട്ട് പോകേണ്ടത്. സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ വചനം പൗലോസ് കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായം അതിലെ 2-ാമത്തെ വാക്യം. നിങ്ങളുടെ കൂടെ ആയിരുന്നപ്പോൾ യേശു ക്രിസ്തുവിനെക്കുറിച്ച് അല്ലാതെ, അതും ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അറിയേണ്ടതില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. മറ്റൊന്നിനെക്കുറിച്ചും അറിയേണ്ടതില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. ക്രൂശിതനായവനെക്കുറിച്ച് മാത്രം അറിഞ്ഞാൽ മതി എന്ന് തീരുമാനിച്ചു. മറ്റൊന്നിനെക്കുറിച്ചും അറിയേണ്ട. നമുക്കറിയാം, നമ്മൾ ഒരു മൊബൈൽ ഫോൺ മേടിക്കുമ്പോൾ ആ മൊബൈൽ ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ് നമ്മൾ മാക്സിമം നമ്മൾ നോക്കും. അത് എത്ര GB ഉണ്ട്, എത്ര RAM ഉണ്ട്, അതോടൊപ്പം അതിൻ്റെ ബാറ്ററി ബാക്കപ്പ് എത്രയുണ്ട്, അതിൻ്റെ ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയർ എന്താണ്, അതിൻ്റെ ക്യാമറ ക്വാളിറ്റി എങ്ങനെ, അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെ, അതിൻ്റെ സ്ക്രീനിലെ കളർ ക്വാളിറ്റീസ് എങ്ങനെ, അതിൻ്റെ മോഡൽ എങ്ങനെ, അങ്ങനെ പലതും നമ്മൾ അതിനെ അന്വേഷിച്ച് ഒത്തിരിയേറെ അറിഞ്ഞ് മനസ്സിലാക്കിയാണ് നമ്മൾ ഒരു മൊബൈൽ ഫോൺ സ്വന്തമാക്കുന്നത്. ഈശോയുടെ തിരുമുഖത്തെ സ്വന്തമാക്കണമെങ്കിൽ, വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയുടെ തിരുമുഖത്തെ സ്വന്തമാക്കണമെങ്കിൽ ഈശോയെ പറ്റി നമ്മൾ അറിയണം. വിശുദ്ധ കുർബാനയിലെ ഈശോയെ നമ്മൾ അറിയണം. എങ്ങനെയാണ് നമ്മൾ അറിയേണ്ടത്? അതിനറിയാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. ഒന്നാമതായിട്ട് നമ്മുടെ ജീവിത ശൈലി അതനുസരിച്ച് മാറ്റാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. അതെങ്ങനെയാണ്? അതിന് 10 പ്രമാണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണം. ആ 10 പ്രമാണങ്ങളെപ്പറ്റി നമ്മൾ മാക്സിമം അറിഞ്ഞ് മനസ്സിലാക്കുക, അതനുസരിച്ച് ജീവിക്കുക. രണ്ടാമതായിട്ട് വചനം വായിക്കുക. വചനം വായിച്ച് മാക്സിമം അറിയുക, അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ മാറ്റുക. 10 പ്രമാണങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ മാറ്റുക. രണ്ടാമതായിട്ട് വചനം വായിച്ച് നമ്മുടെ ജീവിതത്തെ മാറ്റുക. വചനത്തിലൂടെ അറിഞ്ഞ്, ഈശോയെ പറ്റി അറിഞ്ഞ് എങ്ങനെ ജീവിക്കണമെന്ന് അറിഞ്ഞ് നമ്മുടെ ജീവിതത്തെ മാറ്റുക. മൂന്നാമതായിട്ട് നമ്മുടെ ഇടയിൽ വിശുദ്ധരായി ജീവിച്ച ഒത്തിരിയേറെ വിശുദ്ധരായിട്ടുള്ള ആത്മാക്കളുണ്ട്. വിശുദ്ധ ഡോമിനിസാവിയോ, വിൻസെൻ്റ് പോള്, വിശുദ്ധ അൽഫോൺസാമ, വിശുദ്ധ എവപ്രാസിയാമ, അങ്ങനെ ഒത്തിരി പേരുണ്ട്. അവരുടെയൊക്കെ ജീവിതം, ചരിത്രം വായിക്കുക. അങ്ങനെ അവരെങ്ങനെ ജീവിച്ചു എന്ന് അറിഞ്ഞിട്ട് നമ്മളെ മാറ്റുക. ഇങ്ങനെ അറിഞ്ഞ് മാക്സിമം ഈശോയെ പറ്റി അറിഞ്ഞ് മനസ്സിലാക്കുമ്പോഴാണ്, അറിഞ്ഞ് നമ്മൾ മാറുമ്പോഴാണ് വിശുദ്ധ കുർബാനയിലെ ഈശോയെ നമ്മൾ സ്വന്തമാക്കുക. നമ്മുടെ ജീവിതം മാറ്റാതെ ഒരിക്കലും വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയുടെ തിരുമുഖം നമുക്ക് അനുഭവിക്കാനും മനസ്സിലാക്കുവാനും സ്വന്തമാക്കുവാനും സാധിക്കത്തില്ല. അതുകൊണ്ട് തീരുമാനമെടുക്കുക, ഈശോയെ പറ്റി മാത്രം അറിഞ്ഞാൽ മതി എനിക്ക്. വിശുദ്ധ പൗലോസ് ശ്ലീഹായെ പോലെ യേശുക്രിസ്തുവിനെ മാത്രം അറിഞ്ഞാൽ മതി. അറിയുക മാത്രമല്ല, അറിഞ്ഞ് നമ്മുടെ ജീവിതത്തെ മാറ്റണം. അതിന് 10 പ്രമാണങ്ങൾ നമ്മളെ സഹായിക്കും, തിരുവചനങ്ങൾ നമ്മളെ സഹായിക്കും, നമ്മുടെ കത്തോലിക്ക സഭയുടെ ടീച്ചിങ്സ് നമ്മളെ സഹായിക്കും, വിശുദ്ധരുടെ ജീവചരിത്രങ്ങൾ നമ്മളെ സഹായിക്കും. ഇങ്ങനെ അറിവ് നേടുക. ഇങ്ങനെ അറിഞ്ഞ് നമ്മളെ തന്നെ നമ്മൾ മാറ്റി ഈശോയെ നമുക്ക് സ്വന്തമാക്കാം. വിശുദ്ധ കുർബാനയിലെ ഈശോയുടെ തിരുമുഖത്തെ അറിഞ്ഞ് മനസ്സിലാക്കുവാനുള്ള കൃപ നമുക്ക് ലഭിക്കും. സ്നേഹം നിറഞ്ഞവരെ, നമുക്ക് ഒരു ഗാനം ആലപിച്ചുകൊണ്ട് ഈ കൃപയ്ക്ക് വേണ്ടി ഈശോയോട് യാചിക്കാം. ഈശോയെ അങ്ങയുടെ തിരുമുഖം അറിയുവാനും അനുഭവിക്കുവാനും സ്വന്തമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്.
അതുകൊണ്ട് അങ്ങയെ കൂടുതൽ കൂടുതൽ അറിയുവാൻ, 10 പ്രമാണങ്ങളനുസരിച്ച് ജീവിക്കുവാൻ, വചനം വായിച്ചറിഞ്ഞ് എൻ്റെ ജീവിതത്തെ മാറ്റുവാൻ, ജീവചരിത്രങ്ങളിലൂടെ യേശുക്രിസ്തുവിന്റെ ജീവചരിത്രങ്ങളിലൂടെ കൂടുതൽ കൂടുതൽ അറിഞ്ഞ് എൻ്റെ ജീവിതത്തെ മാറ്റി കർത്താവെ അങ്ങയെ സ്വന്തമാക്കുവാൻ എനിക്ക് കൃപ തരണമേ എന്ന് നമുക്ക് പാടി ഈശോയോട് പ്രാർത്ഥിച്ച് അപേക്ഷിക്കാം. രണ്ടാമത്തെ വചനം, ഇന്ന് നമ്മൾ സ്നേഹിക്കേണ്ട വചനം ഇതാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം. അത് ഇപ്രകാരമാണ്: എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവത്തിൻ്റെ വലിയ സ്നേഹം നമ്മളോട് പങ്കുവയ്ക്കുന്ന വചനമാണ്. ഈ വചനത്തിലൂടെ ഈശോ പിതാവായ ദൈവത്തിൻ്റെ, ഈശോയുടെ സ്നേഹത്തിൻ്റെ ആഴം നമ്മളെ മനസ്സിലാക്കുകയാണ്. സ്വന്തം ഏകജാതനെ നൽകുന്നത് നമ്മളെ സ്നേഹിക്കാൻ വേണ്ടിയാണെന്ന്, നമുക്ക് നിത്യജീവൻ സ്വന്തമാക്കാൻ വേണ്ടിയാണെന്ന്, നശിച്ചു പോകാതിരിക്കുവാൻ വേണ്ടിയാണെന്ന്, ഇത്രമേൽ വലിയ സ്നേഹമുണ്ടെന്ന് ഈശോ നമ്മളോട് പങ്കുവയ്ക്കുന്ന ദൈവത്തിന്, ഈശോയ്ക്ക് നമ്മളോട് വലിയ സ്നേഹമുണ്ടെന്ന് പങ്കുവയ്ക്കുന്ന ഈ വചനത്തെ വലിയ സ്നേഹത്തോടെ നമ്മൾ ഏറ്റെടുക്കണം, സ്നേഹിക്കണം. ഇതിലെ ഓരോ വാക്കുകളെയും നമ്മൾ സ്നേഹിക്കണം. ഈശോയുടെ അധരങ്ങളിലൂടെ പറഞ്ഞ വാക്കാണ്. ഇന്ന് രാത്രിയിൽ കിടക്കുമ്പോൾ നമ്മുടെ കട്ടിലിൽ നമ്മൾ കിടക്കുമ്പോൾ കണ്ണുകൾ അടച്ചിട്ട് ഈ വചനം ഒന്ന് പഠിച്ചിട്ട്, ഈ വചനം ഒന്ന് സ്നേഹിച്ച് ഉരുവിട്ട്, ഈശോയെ അങ്ങനെ സ്നേഹിക്കുന്നല്ലോ, വലുതായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ, അങ്ങേക്ക് നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് വചനത്തെ സ്നേഹിച്ച് ഇന്ന് കിടന്നുറങ്ങുവാൻ നമുക്ക് സാധിക്കണം. നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി ഇതാണ്. നാളെ പ്രഭാതത്തിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ദൈവം എന്നെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് മനസ്സിൽ ഈശോയോട് നാളെ രാത്രി കിടക്കുന്നവരെ മനസ്സിൽ ഇപ്രകാരം പറയണം: ജീസസ്, ഐ ലവ് യു. ഈശോ നമ്മളെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് ആ സ്നേഹം നമ്മൾ അനുഭവിച്ചിട്ട്, അത് അംഗീകരിച്ചിട്ട്, അതിൽ വിശ്വസിച്ചിട്ട്, ഈശോയെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ട് സായാഹ്നം വരെ ആയിരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് നമുക്ക് ഒരുങ്ങാം. നമുക്ക് പ്രാർത്ഥിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ
परम दिव्य